ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊരു ഡെയിലി വ്ളോഗെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലഞ്ചിന് ഉള്ള നമ്മളുടെ പ്രിപ്പറേഷൻസും അതുപോലെ ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻസും മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പം ഡെയിലി വ്ളോഗെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടൊന്നും കാണിക്കാനില്ല. എൻ്റെ എല്ലാ ഡേയും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു കുക്കിങ്ങിൻ്റെ, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഇതിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി വ്ളോഗ് എന്നുള്ളത് മാറ്റിയിട്ട് ലഞ്ച് റെസിപ്പി, ഡിന്നർ റെസിപ്പി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കുന്നത്. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാൻ ഡെയിലി വ്ളോഗ് ഇടാതിരിക്കത്തൊന്നുമില്ല, ഞാൻ എന്തായാലും അതിടും. അപ്പോൾ രാവിലത്തെ നമ്മളുടെ സ്ഥിരമുള്ള വെള്ളം കൂടി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ കോവക്ക, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ട പച്ചക്കറികളിൽ ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം. പക്ഷേ ഇവിടെ വന്നേ പിന്നെ ഇവിടെ അടുത്തുള്ള കടയിൽ ഈ ഒരു സാധനം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഒരു മൂലയ്ക്ക് ഇവരതിന് പ്രൈസ് ടാഗ് പോലും, ബാർകോഡ് പോലും അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ ആ സാധനം കുറച്ച് മേടിച്ചു. പക്ഷേ ഇവിടുത്തെ കോവയ്ക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ആകെ കൂടെ 400 ഗ്രാമാണ് ആ ഇരിക്കുന്ന സംഭവം. അതിന് തന്നെ 5 ദിർഹംസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോഴാണെങ്കിലും കോവയ്ക്കൊക്കെ ഇവിടെ റേറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് കോവയ്ക്ക നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇവിടെ വാങ്ങിച്ചതിൽ പകുതിയിലധികം കോവയ്ക്ക ഇങ്ങനെ പഴുത്തൊക്കെ ഇരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ പണ്ട് ടെറസിൽ ഇങ്ങനെ പന്തൽ കണക്കിന് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ സ്ഥിരം വീട്ടിൽ കറി കോവയ്ക്കായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഈ കോവയ്ക്ക കഴിച്ചിട്ടും എനിക്ക് കോവയ്ക്ക മടുത്തിട്ടില്ല. എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നൈസാക്കിയിട്ടാണ് ഞാൻ അരിയുക. ഒരു കോവയ്ക്ക് തന്നെ 4 പീസാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പല പല രീതിയിൽ കട്ട് ചെയ്തിട്ടും കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തിട്ട്, വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഒക്കെ ഞാൻ കോവയ്ക്ക ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിൽ കറി വയ്ക്കുമ്പോഴാണ്. അത് പണ്ട് മമ്മിയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പല പല രീതികളിൽ ഞാൻ ട്രൈ ചെയ്തിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു റെസിപ്പി ഇത് തന്നെയാണ്. കടുക് പൊട്ടിച്ചു, അതിനുള്ളിലേക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടുക, പിന്നെ വേപ്പില ഇടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് തേങ്ങ, പിന്നെ നമ്മളുടെ കോവയ്ക്ക ഇട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തളിച്ചു കൊടുക്കൂലേ, വെള്ളം ഒഴിക്കുകയല്ല, കൈ വെച്ചിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കുക. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് കറി എനിക്ക് വേറെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല. കോവയ്ക്ക എന്തോ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കോവയ്ക്ക ആ ഒരു സൈഡിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് ബീഫ് കഴിഞ്ഞ് ഓഫിന് മേടിച്ചതിൻ്റെ നമ്മളിങ്ങനെ ഒരു പാട്ടായിട്ട് തിരിച്ചിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും പകുതി ഇന്ന് റോസ്റ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ചതയ്ക്കാൻ നിന്നില്ല, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടു. വേപ്പില ഇപ്പം ഇട്ടതും കൂടെ കഴിഞ്ഞ് ഇനി ആ ബോക്സ് കാലിയായി, ഇനിയിപ്പം പുതിയത് വാങ്ങിക്കണം. അപ്പം വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മസാല, പിന്നെ നമ്മളുടെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല. ആ സൈഡിലിരുന്ന് തിളയ്ക്കുന്ന വെള്ളം ഏട്ടന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഞാനിത് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സാധാരണ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ചാണ് ഞാൻ തിളപ്പിക്കുക. പക്ഷെ ഞാനിന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ പിന്നെ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഞാൻ എനിക്കുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചു കുടിച്ചു. ഇന്ന് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ കുക്കിങ്ങും അതിൻ്റെ സൈഡിൽ കൂടിയുള്ള വീഡിയോ എടുപ്പൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പോയി. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഹറിബറി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നല്ല സമാധാനത്തിൽ, അതുകൊണ്ട് നിറയെ സമയം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ നേരത്തെ കിടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് എന്തോ ഞാൻ അലാറത്തിന് മുന്നേ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അലാറം ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അലാറം അടിക്കണേക്കാട്ടിലും മുന്നേ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഇതേ നമ്മളുടെ ഉച്ചയ്ക്കലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റും കോവയ്ക്കുപ്പേരി. അങ്ങനെ അടുത്തത് നമ്മളുടെ ഡിന്നറിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഈ ഒരു സാധനം വെച്ചിട്ടെന്ന് കറി ഉണ്ടാക്കുന്നത് പനീർ. ഈ പനീറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഇത്. നമ്മൾ 1-2 തവണ നാട്ടി വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് ഒരു ഫേവറേറ്റ് ലിസ്റ്റിലോട്ടേക്ക് ഈ സാധനം മാറിയിട്ടുണ്ട്. ഏട്ടനും ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഏട്ടനോട് ചോദിക്കാണ്ട് ഇതിൻ്റെ കറി അങ്ങ് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഏട്ടനും ഇത് കഴിച്ച് ഈ ഒരു സാധനം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ, പകുതി തിരിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ അളവ് കുറച്ചും കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂബ് ഞാൻ 2 കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് നമ്മൾ സവാള എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, 2 വെളുത്തുള്ളി, ഒരു പകുതി തക്കാളി. ആ തക്കാളി നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴണ്ട് അത്യാവശ്യം ഒന്ന് സെറ്റായപ്പോഴത്തേക്കും പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ സ്വല്പം കറി മസാലയും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിലും എൻ്റെ മനസ്സിൽ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം എന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മടിയായി. മിക്സിയുടെ സ്വിച്ച് കുത്തണം, മിക്സിയുടെ ജാറ് കഴുകണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ആ പ്ലാനങ്ങ് മാറ്റി. ഇനിയിപ്പം നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പം ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡൊന്നും ചെയ്യാറില്ലല്ലോ, അതിനുള്ളിലോട്ടേക്കല്ലേ നമ്മൾ ചിക്കൻ ഇടാം. അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു പനീർ ബട്ടർ മസാലയുടെ ഒക്കെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടണ നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കാറ്. സത്യമായിട്ടും ഒരു വകയ്ക്കും ഞാൻ ഉണ്ടാക്കേണ്ട ചപ്പാത്തി കൊള്ളില്ലായിരുന്നു. എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും എനിക്ക് സോഫ്റ്റ് ചപ്പാത്തി കിട്ടാറില്ല. പിന്നെ കുറേ വീഡിയോസിൽ അന്നൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞ് സോഫ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോ രക്ഷ. പക്ഷെ കുറേ ആൾക്കാർക്ക് റേഷൻ കടയിൽ കിട്ടണ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി, പൂരി എല്ലാം കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം അറിയില്ല, മേ ബി ഞാൻ കുഴയ്ക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് സെറ്റായിട്ടുള്ള 2 പൊടികളെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ആശീർവാദിൻ്റെ, പിന്നെ ഇവിടെ അൽബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടി കൂടെ കിട്ടും. ഈ 2 ഗോതമ്പ് പൊടി മാത്രമാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിക്കുള്ളൂ. ആ പൊടി ഞാൻ ഏതൊക്കെ രീതിയിൽ കുഴച്ചാലും നല്ല സോഫ്റ്റായിട്ട് എനിക്ക് സംഭവം കിട്ടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ഗോതമ്പ് പൊടിയൊന്നും ആയിരിക്കില്ല, മൈദ മിക്സൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു 2 ബ്രാൻഡാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ആക്കുന്നത്. ഇവിടെ അൽബേക്കേഴ്സാണ് കൂടുതലും മേടിക്കുന്നത്. ആശീർവാദ് നമ്മളുടെ ഇവിടെ ഉള്ള കടയിൽ കാണാറില്ല. അപ്പോൾ ഈ തക്കാളി സംഭവങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞപ്പം ഈ 2 കീറി മുറിച്ച് എൻ്റെ പനീറും കൂടെ ഞാൻ ഇട്ടു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ആണ് ഞാൻ പനീർ വേവാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ പനീരൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തായാലും സംഭവം സെറ്റാണ്. പനീർ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കാൻ പോകാം കേട്ടോ. എനിക്ക് തക്കാളി എല്ലാം മിക്സിയിൽ പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, ഒരു തട്ടിക്കൂട്ട്.